ഇനി നിങ്ങൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം പറയാം. ആദ്യം തന്നെ നിങ്ങൾക്കൊരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ മിസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് മറ്റു വാഹനങ്ങളെ കാണാനായിട്ട് കഴിയത്തില്ല. എ സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റ് കളയാനും കഴിയും. എന്നാൽ ചില വാഹനങ്ങളിൽ എ സി സൗകര്യം ഇല്ലെങ്കിലും ഇനി എ സി ഉള്ള ഒരു വാഹനവുമായിട്ട് ആയിക്കോട്ടെ, നമ്മളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ മിസ്റ്റ് കയറാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്കുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോയ്ക്ക് ചെറിയൊരു വെട്ടം കുറവുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു വീഡിയോ, നമുക്ക് മഴക്കാലങ്ങളിൽ എങ്ങനെ ഒരു കാർ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം, എങ്ങനെ ഒരു വണ്ടി ശരിയായ രീതിയിൽ ഓടിക്കാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടിയുടെ വൈപ്പർ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് എ സി ഒക്കെ ഇല്ലാത്ത വാഹനങ്ങളുണ്ട്, പഴയ വാഹനങ്ങൾ. അത്തരത്തിലുള്ള വാഹനങ്ങളിൽ കുറേയധികം ടൈം കഴിയുമ്പോഴത്തേനും മിസ്റ്റ് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് മികച്ച രീതിയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനും ഒപ്പം നിങ്ങൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ വെളിയിൽ നോക്കുക, ചെറിയ രീതിയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് വൈപ്പറിൻ്റെ യൂസാണ്. നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വൈപ്പറിൻ്റെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും എന്നുള്ള ഒരു മെത്തേഡല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നതിനനുസരിച്ച് മഴയുടെ സാഹചര്യത്തിൻ്റെ അളവനുസരിച്ചാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലിവർ ഉണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ലിവർ കാണാം. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ലിവറാണ്. എന്നാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ലിവറിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇത് ഓഫാണ്. ഇത് മുന്നോട്ട് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വൈപ്പർ ഒരു വട്ടം ഇങ്ങോട്ട് വന്നു, അതിനുശേഷം ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് ഓഫായി. വീണ്ടും രണ്ടാമത് വരാനായിട്ട് ഇത്രയധികം ഒരു ടൈം എടുത്തു. അപ്പം ചെറിയ മഴയൊക്കെ ഉള്ളെങ്കിൽ ഈ ഒരു അളവിൽ ജസ്റ്റ് മുന്നോട്ടൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ യൂസ് ചെയ്യാം. എന്നാൽ മഴയുടെ അളവ് കൂടുതലാണ്, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നും കൂടെ തിരിച്ചു കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ വേഗത്തിലുള്ള ഒരു ക്ലീനിങ് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ നടക്കും. ഇനി കുറച്ചും കൂടെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഹെവി ആയിട്ട് മഴ പെയ്യുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇത്രയധികം സ്പീഡിൽ ഇടേണ്ടത്. ഇനി അതുപോലെ തന്നെ വൈപ്പർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ വൈപ്പർ ഓഫ് ചെയ്തപ്പോൾ ഈ ഒരു പോയിന്റിൽ വന്നപ്പോഴത്തേനും അത് പെട്ടെന്ന് നിന്നുപോയി. ഇത് തീർത്തും താഴോട്ട് വരണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് ഒന്ന് ഓണാക്കി കൊടുക്കുക. കണ്ടോ, ഓണാക്കി കൊടുത്ത് ആ ഒരു വൈപ്പർ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഒന്ന് ഓണാക്കുന്നു. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഞാനിത് തിരിച്ച് ഓഫ് ചെയ്തു. അപ്പം കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് വൈപ്പർ വന്ന് ക്ലിയർ ആയിട്ട് നിൽക്കും. ഇനി നിങ്ങൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം പറയാം. ആദ്യം തന്നെ നിങ്ങൾക്കൊരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ മിസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് മറ്റു വാഹനങ്ങളെ കാണാനായിട്ട് കഴിയത്തില്ല. എ സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റ് കളയാനും കഴിയും. എന്നാൽ ചില വാഹനങ്ങളിൽ എ സി സൗകര്യം ഇല്ലെങ്കിലും ഇനി എ സി ഉള്ള ഒരു വാഹനവുമായിട്ട് ആയിക്കോട്ടെ, നമ്മളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ മിസ്റ്റ് കയറാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്കുണ്ട്. അതിന് നിങ്ങൾ ജസ്റ്റ് 1 രൂപ അല്ലെങ്കിൽ 2 രൂപയുടെയൊക്കെ വരുന്ന ഷാമ്പൂ ഇല്ലേ, ഷാമ്പൂ മേടിച്ചതിന് ശേഷം നിങ്ങൾ ഗ്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പൂർണ്ണമായിട്ടും. എന്നിട്ട് സാധാരണ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഗ്ലാസ് പൂർണ്ണമായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് ഒരിക്കലും കയറത്തില്ല. ഞാനത് ചെയ്തു നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല, പക്ഷേങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും മിസ്റ്റ് മാറിക്കിട്ടും. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് വരുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. മിസ്റ്റ് കയറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഒരു മഴ പെയ്യുന്ന സമയത്ത് വണ്ടിയുടെ വെളിയിലുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റ് കയറുന്നത്. ഓൾറെഡി നമ്മളുടെ വാഹനത്തിൻ്റെ 4 സൈഡിലുള്ള ഡോറും നമ്മൾ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരിക്കും, ഗ്ലാസ് കയറ്റിയിട്ടേക്കുമായിരിക്കും. അതുകൊണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ ശ്വാസോച്ഛ്വാസം എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വായു തങ്ങി നിന്ന് ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം കൊണ്ട് വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ മിസ്റ്റ് കയറി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇനി വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ പരമാവധി സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കുക.
അതായത് ഇപ്പം ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു, വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പരിധിക്കപ്പുറം സ്പീഡിൽ വണ്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം, മഴക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കുള്ളൊരു പ്രശ്നമാണ്. അത് സൈക്കോളജിക്കൽ പരമായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്കും എപ്പോഴും നല്ല സ്പീഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഒരു മഴ പെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ഓഫീസിലെത്തണം അല്ലെങ്കിൽ വീട്ടിലെത്തണം എന്നുള്ള ചിന്തയിൽ വണ്ടി ഓടിക്കുന്ന മിക്ക ആൾക്കാരും കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും മഴക്കാല ഡ്രൈവിങ്ങിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമുക്ക് ഒരു പരിധിക്കപ്പുറമായിട്ടുള്ള സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്താൽ വാഹനത്തിന് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓടിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം സ്പീഡിൽ ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ വരുന്നത്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ടൗണിലൂടെ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് തിരിയുകയാണ്. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളും വളരെ വേഗത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ ആ വണ്ടികൾ ഇങ്ങോട്ട് വന്ന് കയറി അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കുക, കണ്ടോ, ഓരോ വണ്ടികൾ പോകുന്ന സ്പീഡ് കണ്ടോ, വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഒരു ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലുമായിട്ട് ഒരു ബിഗിനർ, തുടക്കക്കാരനാണ് ഒരു ബിഗിനർ, ആ ഒരു വേഗതയിൽ വാഹനം ഓടിക്കുക. പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക. അതോടൊപ്പം തന്നെ ഒരു സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറമായിട്ടുള്ള സ്പീഡിൽ പോകാത്തത് കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്താൽ വണ്ടി തെന്നത്തില്ല. ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം, റോഡിൽ ഓൾറെഡി മഴയുടെ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതിൻ്റെ ഒരു ലെയറുണ്ട്, റോഡുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ടയർ ഈ ഒരു മഴയുടെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ലെയറിൻ്റെ മേളിൽ കൂടിയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് വേഗത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടിയാൽ, ബ്രേക്ക് ചെയ്താൽ ഒരു കാരണവശാലും കിട്ടത്തില്ല. ഇതുപോലെയൊക്കെ ടൗണിൽ ഓടിച്ചു പോകുന്ന നല്ല സ്പീഡിൽ മുന്നിൽ പോകുന്ന വാഹനമായിട്ട് ചേർന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ മുന്നിൽ പോകുന്ന വണ്ടി പെട്ടെന്നൊന്ന് ചവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. നമ്മളും ചവിട്ടുന്നു, കൃത്യമായിട്ടും ഇവിടെ ചവിട്ടിയ വണ്ടി ഇവിടെ നിൽക്കില്ല. ആ മുന്നിൽ പോകുന്ന വാഹനം ഏതാണോ ആ വാഹനത്തെ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി പോയി ഇടിക്കും. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും റോഡിൽ ഇതുപോലെ വെള്ളങ്ങൾ കാണും. അപ്പം നമുക്ക് പരിചയമില്ലാത്ത റോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ചെറിയ കുഴികളൊക്കെ വെള്ളം കയറി നിറഞ്ഞിരിക്കും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിയ ഭാഗങ്ങൾ വരുമ്പോൾ സ്പീഡൊന്ന് കുറച്ച് നോക്കുക. ഇപ്പം ഞാൻ സ്പീഡൊന്ന് കുറയ്ക്കുകയാണ്, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അങ്ങനെ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടിയ വെള്ളത്തിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാലും കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഴിയിൽ നമ്മളുടെ വാഹനം വന്ന് വീണാലും ടയർ പെട്ടെന്ന് കുഴിയിൽ ചാടിയിട്ട് വലിയ ആഘാതങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, റോഡിൽ നിങ്ങൾ കൃത്യമായിട്ട്, നമ്മുടെ ഇവിടുത്തെ റോഡുകളാണ്, കൃത്യമായിട്ടും കുഴികൾ കാണും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ട്, അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകണം. കാരണം മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വെള്ളങ്ങളൊക്കെ സൈഡിലുള്ള വാഹനങ്ങളിലോ അല്ലെങ്കിൽ സൈഡിലുള്ള യാത്രക്കാരെ തെറിപ്പിക്കരുത്. അതുകൊണ്ട് എപ്പോഴും റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മുൻഗണന നൽകിക്കൊണ്ട് മാത്രം നിങ്ങൾ കൃത്യമായിട്ടും മഴക്കാലത്ത് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, അത്യാവശ്യം വേഗത്തിലുള്ള ഒരു വെള്ളം വീഴുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിൻഷീൽഡ് കുറച്ചും കൂടെ വൈപ്പർ കുറച്ച് സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ഇനി ഒരു പരിധി ചെറിയൊരു സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ വൈപ്പറിൻ്റെ ഈ ഒരു ലെവലൊന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പീഡ് കുറഞ്ഞു കിട്ടും. ഒപ്പം തന്നെ മഴക്കാലം ആകുമ്പോൾ പ്രധാനമായിട്ടും പിന്നെ നിങ്ങൾ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് നിങ്ങളുടെ വൈപ്പർ ബ്ലേഡ് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വൈപ്പർ ഇട്ട സമയത്ത് നമുക്ക് വൈപ്പർ ഇടുന്നതിൻ്റെ സൗണ്ട് ഒന്നും ഇപ്പോൾ വാഹനത്തിൽ കേൾക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം ഈ ഒരു വൈപ്പർ പുതിയ ബ്ലേഡാണ് ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് കൃത്യതയോടെ ഒന്ന് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ പോറൽ വീഴാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം മറ്റൊന്നുമല്ല, പഴയ ബ്ലേഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബ്ലേഡിനോട് ചേർന്ന് ചെറിയ പൊടിപടലങ്ങളും തരികളും ഒക്കെ ഗ്ലാസ്സിലുണ്ടാകും. അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്ലാസ്സിൽ പോറൽ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ തന്നെ നോക്കിക്കേ, വണ്ടികൾ കയറിപ്പോകുന്ന പോയിച്ച കണ്ടോ. അപ്പോൾ നിങ്ങൾ മഴക്കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.